നമസ്കാരം. അമ്മ മഹാമായ നിങ്ങൾക്ക് നൽകുന്നതായ ആ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അമ്മ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഈ സന്ദേശത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ ഏവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കാനുണ്ട് എന്നുള്ളതാണ്. ഏവരും ഒരു നിമിഷം അമ്മേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അമ്മയുടെ മറ്റ് നാമങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കുറേയേറെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്ന ഒരു എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് അനാവശ്യമായ ഒരു ഭാരം, ചിലപ്പോൾ അത് കർമ്മയുമായി ബന്ധപ്പെട്ടാകാം, അത്തരത്തിൽ ഒരു എനർജി നിങ്ങളിൽ നിന്നും വിട്ടകലുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. അനാവശ്യമായ ചിന്തകളാൽ മനസ്സ് വളരെയധികം അസ്വസ്ഥപ്പെട്ടിരിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നും നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ചിന്തകളെ പലപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും പലവിധ ചിന്തകളിലേക്ക് മനസ്സ് കടക്കുന്നതായ സാഹചര്യം ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുണ്ട്. അത്തരം ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രെസ് ജീവിതത്തിൽ അനുഭവിക്കുന്നു. അത്തരം ചില വ്യക്തികളുടെ എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ പലപ്പോഴും പല കാര്യങ്ങളും കടന്നു വരികയും മനസ്സിനെ ബലമായി ഉറപ്പിച്ചു നിർത്തുവാൻ പോലും സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ധ്യാനിക്കുന്നത്, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് അത് നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരാവുന്നതുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ദേവിയുടെ അനുഗ്രഹത്താൽ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹത്താൽ തന്നെ പലപ്പോഴും പലവിധ കാര്യങ്ങളെയും തരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ്. അമ്മ മഹാമായ നൽകുന്നതായ സന്ദേശത്തിൽ പറയുന്നു, നിങ്ങൾക്ക് തീർച്ചയായും അമ്മയുടെ അനുഗ്രഹമുണ്ട് എന്നും അതിനാൽ തന്നെ സ്വയം നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിന്തകൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതായ ആ ചിന്തകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. മുൻപത്തെ പോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ അതിരാവിലെ നിങ്ങൾ ഉണർന്ന് അതിരാവിലെ തന്നെ ഉണരുവാൻ മുൻപ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ കാര്യം, അല്ലെങ്കിൽ മുടങ്ങിപ്പോയതായ ആ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കണം എന്നുള്ളതാണ്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിങ്ങൾ നിറയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായ ചിന്തകളാണ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. പലപ്പോഴും നെഗറ്റീവായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ അത്തരം ചില വ്യക്തികളുടെ സാന്നിധ്യത്താൽ പോലും നിങ്ങൾക്ക് പലപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ എത്തുന്നില്ല എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില കാര്യങ്ങൾ ആദ്യം ഒട്ടും പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വരാം. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്ത പോലും കടന്നു വരാവുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. ഇപ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് ആദ്യം നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ പോലും പിന്നീട് അതിന് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രിയേറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മികവ് അതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിൽ ശ്രദ്ധ നൽകുന്നത് നിങ്ങൾക്ക് വളരെയധികം സഹായകരമായി തീരും, അല്ലെങ്കിൽ കുറേയേറെ നിങ്ങളെ സഹായിക്കും എന്ന് തന്നെയാണ്
കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്കായി അമ്മ മഹാമായ ചില കാര്യങ്ങൾ പ്രധാനമായും നൽകുവാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാത്ത രീതിയിൽ തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം ഉടനെ സംഭവിച്ചു എന്ന് വരാം. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമ്മ മഹാമായയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ വന്നു ചേരാം. ജീവിതം എന്തെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതെല്ലാം മാറുന്നതായ സാഹചര്യം, പല വിധത്തിലും നിങ്ങൾക്ക് കൂടുതലായും മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായ സമയത്തിലേക്ക് കടക്കാവുന്നതാണ്. ആത്മീയപരമായി ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടുതലായും നിങ്ങൾക്ക് അറിവുകൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യം, നിങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതായ സാഹചര്യം, അമ്മയോട് കൂടുതലായി അടുക്കുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് അമ്മയുടെ കടാക്ഷം, അനുഗ്രഹം കടന്നു വരുന്നു എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. അത് പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. പോസിറ്റീവായ ഊർജം നിങ്ങൾ സ്വീകരിക്കുന്നതായ തീർച്ചയായും എനർജിയായി മാറും. അതായത് പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ, കുതിക്കുവാൻ സാധിക്കും എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. കാര്യങ്ങളിൽ പലപ്പോഴും പലവിധ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. എന്നാൽ അവയെല്ലാം നിങ്ങളെ സ്വപ്രയത്നത്താൽ തന്നെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതായ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരും എന്ന് കാണുവാനായി സാധിക്കുന്നു. വളരെ കാലം നീണ്ടു നിൽക്കുന്നതായ സന്തോഷം, ഭാഗ്യം, വിജയം എന്നിവ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. അതായത് പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് പ്രതീക്ഷിക്കാതെ തന്നെ വളരെ കാലം നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുകയും ചെയ്യും. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹം, റീയൂണിയൻ, വീട് പാർക്കൽ, കൂടാതെ കുടുംബത്തോടൊപ്പം യാത്രകൾ, ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നും കാണുന്നു. അപ്രതീക്ഷിതമായ ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു എന്നാണ് അമ്മ നൽകുന്നതായ സന്ദേശം. അത് പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് തീർച്ചയായും നിങ്ങൾക്ക് അവസരങ്ങൾ കൃത്യമായി തന്നെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. എല്ലാവരെയും ഒരേപോലെ കാണുവാൻ ശ്രമിക്കുന്നവരും അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ട് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരമൊരു മനസ്സ് നിങ്ങളിലുണ്ട് എന്ന് പലർക്കും പല അവസരങ്ങളിലും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ പലർക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അത് അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും അതിനുള്ള അവസരങ്ങൾ കടന്നു വരും. സ്വയം സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. നിങ്ങളിലെ നന്മ നിങ്ങൾ തിരിച്ചറിയും. കഴിവുകൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നും പരാമർശിക്കുവാൻ സാധിക്കും. ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ യഥാക്രമം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഉള്ളിലുള്ള ശക്തി പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായ ഒരു സമയമായി തന്നെ മാറും. നിങ്ങളുടെ പല സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്.
മുൻപും ഇതേപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ സമയം നിങ്ങളെ ഇതേപോലെ ഗൈഡ് ചെയ്യുന്ന ഒരു സമയമായി തന്നെ മാറുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ കൃത്യമായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സംശയ നിവാരണം നടത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾ കാത്തിരുന്ന് കിട്ടാതെ നഷ്ടപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് എന്നും അതിനാൽ സ്വയം അത്തരം ചില തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് കുതിക്കേണ്ടതും അനിവാര്യമാണ് എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളിൽ ക്ഷമ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണുന്നു. പലതും പുനർചിന്തിക്കുവാൻ സാധിക്കും. അതായത് പല കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും ചിന്തിക്കേണ്ടതായ അവസരം ആത്മപരിശോധന പല കാര്യങ്ങളിലും നടത്തും എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങൾക്ക് ഗുണമായി ഭവിക്കുന്നതുമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്നതായ സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്നാണ് കാണുന്നത്. അത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകാം. എന്നാൽ മറ്റുള്ളവർ മൂലം അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. അതായത് മറ്റുള്ളവർ പോലും നിങ്ങളെ തിരിച്ചറിയുന്നതായ സാഹചര്യം വന്നു ചേരും. നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കാം എന്ന് തന്നെയാണ് കാണുന്നത്. അനുകൂലമായി മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുകയും നിങ്ങളെ ഞെട്ടിപ്പിക്കും വിധം അല്ലെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വിധമായിരിക്കും അവരുടെ പെരുമാറ്റം നിങ്ങളോട് ഉണ്ടാകുക എന്നുള്ളതാണ്. അത് അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റുള്ളവർക്ക് പല വിധത്തിലും അറിവുകൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതായ അഭിപ്രായങ്ങൾക്ക് വ്യക്തമായി തന്നെ വില സ്വീകാര്യത ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് മാത്രം ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഭംഗിയായി തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് ചെയ്യുവാൻ സാധിക്കുക. അത് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും കൂടാതെ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിക്കുകയും ചെയ്യാം. പക്വതയാർന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. പക്വതയോടെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും നിങ്ങളിൽ നിന്നും മറ്റുള്ളവർ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം അവർക്ക് നൽകുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് അവർ പോലും പറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് അമ്മ മഹാമായയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായി തന്നെ മാറുകയും ചെയ്യും. ഒരുപാട് ജോലി ചെയ്ത് തീർക്കേണ്ട വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പറ്റാത്തതായ പല കാര്യങ്ങളും നിങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ, അതായത് ഒരുപാട് പരിശ്രമിച്ച് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങളിൽ വന്ന് ചേർന്നിട്ട് പ്രയോജനമില്ല എന്ന് ഭാവിയിൽ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കായി നിങ്ങൾ സമയം ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. സമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരും. മനസമാധാനം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അതിന് കാലതാമസം ഇല്ല എന്നും കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. മനസന്തോഷം നൽകുന്നതായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കൂടുതൽ വിഷമതകൾ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ആത്മീയമായി നിങ്ങളെ ഉയർത്തുന്നതിനാൽ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അനുഭവിച്ചതായ ആ വിഷമതകൾക്ക് പോലും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് അമ്മ മഹാമായ നിങ്ങളെ പ്രാപ്തരാക്കും. അമ്മയുടെ അനുഗ്രഹത്താൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്.
അപ്രതീക്ഷിതമായാണ് നിങ്ങൾക്ക് ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുക. അപ്രതീക്ഷിതമായി ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. അതിന് കാലതാമസമില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവസരങ്ങൾ അമ്മ മഹാമായ നൽകും. അത് കൃത്യമായി തന്നെ ദേവി നൽകുന്നതായ കാര്യങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കുറെ കാലമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഏത് കാര്യമെടുത്ത് നോക്കിയാലും തടസ്സങ്ങളാണ് വന്നു ചേരുക. ആദ്യം തടസ്സങ്ങളാൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയും പിന്നീട് വളരെ കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷമാണ് പലപ്പോഴും തടസ്സങ്ങൾ മാറുന്നത്. അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യം, അല്ലെങ്കിൽ ചെയ്യുന്നതായ കാര്യങ്ങൾ പരിപൂർണമായും ഫലപ്രാപ്തിയിൽ എത്താത്തതായ സാഹചര്യമോ പൂർണ്ണമായും ഫലം ലഭിക്കാത്തതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾക്ക് അമ്മ മഹാമായ അനുഗ്രഹമായി പല കാര്യങ്ങളും ചൊരിയും എന്നുള്ളതാണ്. പ്രധാനമായും നിങ്ങൾക്ക് ഇത്തരത്തിൽ അത്ഭുതകരമായി തന്നെ പല ബുദ്ധിമുട്ടുകളും മാറുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾ അമ്മ മഹാമായെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് സന്ദേശം. ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ പ്രയാസമാണ് എങ്കിലും പിന്നീട് നിങ്ങൾക്കതിന് സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിലേക്ക്, അതായത് നിങ്ങളിൽ തടസ്സം നിൽക്കുന്നതായ ചില കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് അമ്മ മഹാമായിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക.